Hi students, welcome back. Today's topic is total internal reflection. TIR, total internal reflection. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഞാനതിൻ്റെ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഇത് ഡെൻസർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1. ഇത് റയറർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2. ഇത് ഈ രണ്ട് മീഡിയത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഇൻ്റർഫേസ്. സപ്പോസ് ഒരു ലൈറ്റ് സോഴ്സ് ഈ ഡെൻസർ മീഡിയത്തിൽ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നിന്ന് ലൈറ്റ് റേസ് ട്രാവൽ ചെയ്യും. ആ ലൈറ്റ് റേസ് ഈ ഇൻ്റർഫേസിൽ എത്തിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യും, അല്ലെങ്കിൽ റിഫ്രാക്റ്റ് ചെയ്യും. ആ എത്തുന്ന ഈ ഇൻസിഡൻറ്റ് ചെയ്യുന്ന മുഴുവൻ റേയും ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. അതിൽ ഒരു പോർഷൻ എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. ബാലൻസ് ഉള്ള പോർഷൻ അത് റിഫ്രാക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഇൻസിഡൻറ്റ് ചെയ്ത് വരുന്ന റേയുടെ അത്രയും ഇൻറ്റൻസിറ്റി റിഫ്ലക്റ്റഡ് റേക്ക് ഉണ്ടാവില്ല. കാരണം പാർഷ്യൽ റിഫ്ലക്ഷനാണ് സംഭവിക്കുന്നത്. അതായത് കുറച്ച് പോർഷൻ എന്ത് ചെയ്ത് പോകുന്നുണ്ട്? റിഫ്രാക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ റിഫ്ലക്റ്റഡ് റേയുടെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഈ ഇൻസിഡൻറ്റ് റേയുടെ ഇൻറ്റൻസിറ്റിയേക്കാളും കുറവായിരിക്കും. അതിനുള്ള റീസൺ എന്താ? ഈ വരുന്ന ഇൻസിഡൻറ്റ് റേ കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്ഷൻ നടക്കുന്നില്ല. അതിലൊരു പോർഷൻ മാത്രമാണ് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത്. ബാലൻസ് ഉള്ള പോർഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ റിഫ്രാക്റ്റ് ചെയ്യാണ്. അപ്പോൾ ഞാനൊരു ഇൻസിഡൻറ്റ് റേ വരച്ചു. അത് റിഫ്രാക്റ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു നോർമൽ വരച്ചിട്ടുണ്ട്. നമുക്കറിയാം ഡെൻസർ മീഡിയത്തിൽ നിന്നാണ് ലൈറ്റ് റേസ് ട്രാവൽ ചെയ്ത് റയർ മീഡിയത്തിലേക്ക് എത്തുന്നത് എന്നുണ്ടെങ്കിൽ അത് നോർമലിൽ നിന്ന് അകന്നായിരിക്കും ബെൻഡ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ റിഫ്രാക്ഷൻ തുടങ്ങിയപ്പോൾ തന്നെ അതൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇവിടെ ഡെൻസർ മീഡിയത്തിൽ നിന്നാണ് ലൈറ്റ് റേസ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയർ മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അത് നോർമലിൽ നിന്ന് അകന്നായിരിക്കും ബെൻഡ് ചെയ്യുക. അതാണ് ഞാൻ കുറച്ച് നോർമലിൽ നിന്ന് അകന്ന് ബെൻഡ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. ഈ പോകുന്ന ഈ റേ ആണ് റിഫ്രാക്റ്റഡ് റേ. നോർമലും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R. അതുപോലെ നോർമലും ഇൻസിഡൻറ്റ് റേയും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I. ഈ കാണിച്ചിരിക്കുന്നത് കുറച്ച് പോർഷൻ റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ആ റേ ആണ് നമ്മൾ പാർഷ്യലി റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുക. അതായത് കംപ്ലീറ്റ് റിഫ്ലക്ഷൻ നടക്കുന്നില്ല, അതുകൊണ്ടാണ് പാർഷ്യലി റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. ഈ റേ ആണ് പാർഷ്യലി റിഫ്ലക്റ്റഡ് റേ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഈ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ആംഗിൾ, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്യിക്കുകയെന്ന് വിചാരിക്കുക. അതായത് ഈ രണ്ടാമത്തെ റേ കാണിച്ചിരിക്കുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുതലാണ്. ഈ ഫസ്റ്റത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുതലാണ്. അതായത് ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്യിച്ചു. അപ്പോഴും എന്തുണ്ടാവും? കുറച്ച് പോർഷൻ റിഫ്രാക്റ്റ് ചെയ്ത് പോകും, കുറച്ച് പോർഷൻ റിഫ്ലക്റ്റ് ചെയ്യും. അതേ മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. ഞാൻ ഈ സെയിം കാര്യങ്ങൾ തന്നെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഒക്കെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ഞാൻ പിന്നെയും അതിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടി. ഈ തേർഡ് റേ കാണിക്കുന്നത് കുറച്ചും കൂടി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുതലുള്ളതാണ്. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈ റേക്ക് ഉണ്ട്, അതിനേക്കാളും കൂടുതൽ ഈ തേർഡ് റേക്ക് ഉണ്ട്. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഞാൻ ഇൻക്രീസ് ചെയ്ത് വരികയാണ്. ഇങ്ങനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്തപ്പോൾ ഇതിങ്ങനെ ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടി വരുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഞാൻ കൂട്ടുന്നതിനനുസരിച്ച് എൻ്റെ റിഫ്രാക്റ്റഡ് റേയും ശ്രദ്ധിക്കണം. റിഫ്രാക്റ്റഡ് റേയും എന്ത് ചെയ്ത് വരുന്നുണ്ട്? അതിൻ്റെ ആംഗിളും കൂടി വരുന്നുണ്ട്. അപ്പം ഞാൻ ഈ തേർഡ് റേയിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പിന്നെയും ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ആ റിഫ്രാക്റ്റഡ് റേ ബെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഇൻ്റർഫേസിലൂടെ തന്നെയാണ്. അതായത് ആ രണ്ട് സർഫസിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഇൻ്റർഫേസിലൂടെ തന്നെ റിഫ്രാക്ഷൻ സംഭവിക്കും. ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടി ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരുമ്പോൾ ഈ റിഫ്രാക്റ്റഡ് റേ ഇതിലൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. ഈ രണ്ട് മീഡിയത്തെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഇൻ്റർഫേസിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ആ സമയത്ത് റിഫ്രാക്റ്റഡ് ആംഗിൾ എത്രയായിരിക്കും? അതായത് നിങ്ങൾ നോക്കിയാൽ മതി, ഈ ആംഗിൾ എത്രയുണ്ട്? 90 ഡിഗ്രി ഉണ്ട്. അപ്പോൾ റിഫ്രാക്റ്റഡ് റേ 90 ഡിഗ്രി ആയി. ആ ഇൻ്റർഫേസിലൂടെ തന്നെ പാസ് ചെയ്യുക മീൻസ് നോർമലും ആ ഇൻ്റർഫേസും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവുന്നത് ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണോ ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് IC എന്ന് കൊടുക്കാനുള്ള കാരണം എന്താ? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. IC മീൻസ് ക്രിട്ടിക്കൽ ആംഗിൾ. എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ? എൻ്റെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവുന്നത്
അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആകുന്നത്, ആ സർഫസിന് പെർപെൻഡിക്കുലർ ആവുന്നത് ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണോ ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് ഞാൻ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എൻ്റെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഇൻക്രീസ് ആയി വരുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ എത്തുമ്പോൾ എൻ്റെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാവും? 90 ഡിഗ്രി ആവും. അത് ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണോ ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് ഞാൻ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അതാണ് ഈ തേർഡ് റേ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്, പക്ഷേ ഇത് ഈ സർഫസിൽ കൂടെയാണ്. ഞാനൊരു ആരോ മാർക്ക് ഇട്ട് കാണിച്ചിട്ടുണ്ട്. ആ സർഫസിലൂടെ തന്നെയാണ് റിഫ്രാക്റ്റഡ് റേ പാസ് ചെയ്യുന്നത്. ഇനി ഞാൻ ആ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്താൽ, അതാണ് ഈ ലാസ്റ്റ് റേ കാണിക്കുന്നത്. ഈ ലാസ്റ്റ് റേയിൽ ഈ ഐ എന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ IC. അതായത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഞാൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിന്നെയും ബെൻഡിങ് നടക്കും. പിന്നെ ബെൻഡ് ചെയ്യുന്നത് എവിടേക്കായിരിക്കും? സെയിം മീഡിയത്തിലേക്ക് തന്നെ ആയിരിക്കും. അതായത് റിഫ്രാക്റ്റഡ് റേ ഒന്നും ഉണ്ടാവില്ല. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ലൈറ്റ് സോഴ്സ് ഇരിക്കുന്ന അതേ മീഡിയത്തിലേക്ക് റിഫ്ലക്ഷൻ നടക്കും. അതായത് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും ഞാൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഞാൻ ഇൻസിഡൻറ്റ് ചെയ്ത ആ റേ കംപ്ലീറ്റ് ആയിട്ട് അതേ മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് കിട്ടും. ആ റിഫ്ലക്റ്റഡ് റേ ആണ് ഞാൻ ടോട്ടലി റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. അതായത് ഞാൻ കൊടുത്ത റേ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അതേ മീഡിയത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കിട്ടി. ആ പ്രോസസ്സിനെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെയുണ്ട് ടോട്ടൽ. ഇന്റേണൽ എന്ന് പറയാനുള്ള കാരണം എന്താ? ലൈറ്റ് സോഴ്സ് ഇരിക്കുന്ന അതേ മീഡിയം, അതാണ് ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ടോട്ടൽ റിഫ്ലക്ഷൻ അല്ല നടക്കുന്നത്. കുറച്ച് പോർഷൻ എന്താ റിഫ്രാക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ബാലൻസ് ഉള്ള കുറച്ച് പോർഷനാണ് റിഫ്ലക്റ്റ് ചെയ്ത് അതേ മീഡിയത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഈ റേസ് ഒക്കെ എന്താണ്? ഈ റേയും ഒക്കെ എങ്ങനത്തെ റേസ് ആണ്? പാർഷ്യലി റിഫ്ലക്റ്റഡ് റേസ് ആണ്. പക്ഷെ ലാസ്റ്റ് കേസിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന റേ എന്താണ്? ടോട്ടലി റിഫ്ലക്റ്റഡ് റേ ആണ്. ഞാൻ കൊടുത്ത ഇൻസിഡൻറ്റ് റേയുടെ അതേ ഇൻറ്റൻസിറ്റിയിലുള്ള റേ തന്നെയാണ് റിഫ്ലക്റ്റ് ചെയ്ത് എനിക്ക് കിട്ടുന്നത്. ആദ്യത്തെ 3 കേസിലും ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. കാരണം കംപ്ലീറ്റ് ആയിട്ടല്ല അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. കുറച്ച് ഭാഗം റിഫ്രാക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നുണ്ട് സെക്കൻഡ് മീഡിയത്തിലേക്ക്. അപ്പോൾ ആ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന റേക്കൊന്നും നമ്മൾ കൊടുത്ത ഇൻസിഡൻറ്റ് റേയുടെ അത്ര ഇൻറ്റൻസിറ്റി ഉണ്ടാവില്ല, ലെസ് ഇൻറ്റൻസിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ടത്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ലൈറ്റ് റേസ് ഡെൻസർ മീഡിയത്തിൽ നിന്നായിരിക്കണം റയർ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യേണ്ടത്. ഡെൻസർ ടു റയർ ആയിരിക്കണം ലൈറ്റ് റേയുടെ പാത്ത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനാണ്, അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പോസിബിൾ ആവാനുള്ള ഫസ്റ്റ് കണ്ടീഷനാണ് ദ ലൈറ്റ് ഷുഡ് ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു റയറർ മീഡിയം. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വന്നാലേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പോസിബിൾ ആവുള്ളൂ. ഈ 2 കണ്ടീഷനും ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പോസിബിൾ ആവുന്നത്. അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് റേസ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അത് ഓൾറെഡി ബെൻഡ് ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷേ ഈ നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരുമ്പോൾ എൻ്റെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആവും. അങ്ങനെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവുന്നത് ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണോ ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി ഞാൻ ആ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റേ കംപ്ലീറ്റ് ആയിട്ട് ആ സോഴ്സ് ഇരിക്കുന്ന മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വെച്ചിട്ട് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ സ്നെൽസ് ലോക്ക് എന്ത് ചേഞ്ച് ഉണ്ടാവും എന്ന് നോക്കാം. നമുക്കറിയാം സ്നെൽസ് ലോ നമ്മൾ റിഫ്രാക്ഷൻ്റെ ടോപ്പിക്ക് പറഞ്ഞ ആ സമയത്ത് പറഞ്ഞിരുന്നു. വാട്ട് ഈസ് സ്നെൽസ് ലോ? സ്നെൽസ് ലോ ഇത്രയേ ഉള്ളൂ, സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു നമ്മൾ N21 ഒരുമിച്ച് എഴുതാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് N2/N1 എഴുതിയാലും കുഴപ്പമില്ല. ഇതിൽ I മീൻസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, R ഈസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, N2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം, N1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്നെൽസ് ലോ കിട്ടി. ഇപ്പോൾ ഈ സെക്കൻഡ് മീഡിയം, ഈ റയറർ മീഡിയം എന്ന് പറയുന്നത് എയർ ആണെങ്കിൽ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ? 1 ആണ്. നമുക്കറിയാം എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. അപ്പോൾ നമുക്ക് ഈ N2ൻ്റെ പ്ലേസിൽ എന്ത് എഴുതാം? 1/,
ഫസ്റ്റ് മീഡിയം എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല എന്നായിരിക്കും. ഡെൻസർ മീഡിയം വാട്ടറോ ഗ്ലാസോ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളത് സ്പെസിഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് n ആയിട്ട് എടുക്കാം. അപ്പോൾ റയർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആയിട്ട് എടുക്കാനുള്ള കാരണം എന്താ? അത് ഞാൻ എയർ ആണെന്ന് അസ്യൂം ചെയ്തു. അതപ്പോൾ ബ്രാക്കറ്റിൽ നമ്മൾ എഴുതണം, ഇഫ് സപ്പോസ് ദ റയർ മീഡിയം ഈസ് എയർ ദെൻ ഇറ്റ്സ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് 1 എഴുതിയിട്ട് വേണം ഇവിടെ 1 കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് 1/n കിട്ടി. ഇനി നമ്മൾ ആ ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടീഷൻ കൊടുക്കാൻ പോണേ ഈ സ്നെൽസ് ലോയിൽ. ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ? ഐ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിൾ ആയി കഴിഞ്ഞാൽ, ക്രിട്ടിക്കൽ ആംഗിൾ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ സബ്സ്ക്രിപ്റ്റ് സി എന്ന് കൊടുത്തു. ഡിവൈഡഡ് ബൈ, ആ സമയത്ത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് സൈൻ എന്ത് കൊടുക്കാം? 90 ഈക്വൽ ടു 1/n. What is the value of sin 90? We know that sin 90 is 1. So this equation becomes sin IC equal to 1/n. For n equal to 1/sin IC. അല്ലെങ്കിൽ ഐ സിന്ന് എഴുതുന്നില്ല, സീന്ന് എഴുതാറുണ്ട് ചിലപ്പോൾ ക്രിട്ടിക്കൽ ആംഗിളിന് കാണിക്കാനായിട്ട്. ഞാനപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സൈൻ ഐ സിന്ന് കൊടുത്തു. അതായത് ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടീഷനിൽ സ്നെൽസ് ലോയിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ടു 1/sin IC. IC മീൻസ് ക്രിട്ടിക്കൽ ആംഗിൾ ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ ഇതാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഇതിന് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആപ്ലിക്കേഷനൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.